ശ്രീ ബ്രിട്ടാസ്, ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ കാർഷിക മേഖലയെക്കുറിച്ച് മുന്നോട്ട് വെച്ച ഇൻഷുറൻസ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ്. MSPയുടെ കാര്യത്തിൽ MSP വർധനവ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. ആ നിലയിലേക്ക് അടിസ്ഥാന പ്രശ്നങ്ങളിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ എന്താണ് സമീപനം? വളം സബ്സിഡിയെക്കുറിച്ച് അടക്കം ഈ നീക്കിയിരിപ്പിൽ തന്നെ വലിയ വെട്ടിക്കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്കുകൾ നമ്മുടെ മുമ്പിൽ. അതിപ്പോൾ വളം സബ്സിഡി ആവട്ടെ, ഭക്ഷ്യ സബ്സിഡി ആവട്ടെ, അതിൽ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിലാവട്ടെ ഒക്കെ വെട്ടിക്കുറവ് കാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിച്ച വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ടാണ്. താങ്കളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നു. രാജ്യത്ത് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വളരുകയാണോ അതോ ധനപ്രതിസന്ധി പ്രകടമാണോ? ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച അവകാശവാദം കൂടി വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. സമ്പദ്ഘടന വളരുകയാണോ അതോ ധനപ്രതിസന്ധിയുടെ ലക്ഷണങ്ങളാണോ കാണുന്നത്? യഥാർത്ഥത്തിൽ എൻ്റെ സ്നേഹിതൻ ശിവശങ്കരൻ BJPക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു വക്താവാണ്. എന്താ കാരണം വെച്ചാൽ ഉപരിപ്ലവമാണെങ്കിലും പുറമേക്ക് വളരെ സ്വീകാര്യമാകുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളും ചില കണക്കുകളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചു. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഈ ബജറ്റിലുള്ള കണക്കുകളാണ് ശിവശങ്കരൻ. അപ്പം എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് തേനും പാലുമാണ് രാജ്യത്ത് ഒഴുകുന്നതെങ്കിൽ 80 കോടി ജനങ്ങളുടെ ശ്വാസോച്ഛ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൗജന്യ റേഷൻ വീണ്ടും 5 വർഷത്തേക്ക് ദീർഘിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ആ 80 കോടി ജനങ്ങൾക്ക് നിങ്ങൾ സൗജന്യ റേഷൻ കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ പൊലിഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ സൗജന്യ റേഷനുമായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വഴിക്ക് സൗജന്യ റേഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ സംജാതമായിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നാണ്? റൂറൽ ഡിസ്ട്രസ്സാണ്. ഗ്രാമീണ മേഖലയിലെ വലിയൊരു തകർച്ച. അത് നമ്മൾ കാണാതിരിക്കുന്നത്. അത് കണ്ടതുകൊണ്ടാണല്ലോ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കേണ്ടി വരുന്നത്. നല്ല സാമ്പത്തിക ആരോഗ്യമുള്ള ആൾക്കാർക്ക് സൗജന്യ റേഷൻ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ശിവശങ്കരൻ്റെ ഭാഗത്തുനിന്ന് വന്നു. ശിവശങ്കരൻ സാധാരണ BJP നേതാക്കളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഡെറ്റ് ഫ്യൂവൽസ് ഗ്രോത്ത് എന്ന്. അതായത് കടമെടുക്കുന്നത് വളർച്ചയെ ഉദ്ദീപിപ്പിക്കുന്നു എന്ന്. ശിവശങ്കര, ഒന്നും മറന്നു പോകരുത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിലെ കടത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. ഇപ്പം GDPയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ കടബാധ്യതയേക്കാൾ കുറവല്ലേ കേരളത്തിൻ്റെ കടബാധ്യത? അപ്പോൾ പെട്ടെന്ന് കേന്ദ്ര ബജറ്റിലേക്ക് വന്നപ്പോൾ ഡെറ്റ് ഫ്യൂവൽസ് ഗ്രോത്ത് എന്നുള്ള ഒരു ആപ്തവാക്യവുമായിട്ട് ശിവശങ്കരൻ രംഗത്തേക്ക് വന്നു. ഇനി ശിവശങ്കരൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഈ സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്റ്റേറ്റുകളുടെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നിങ്ങൾ 50 വർഷത്തേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണത്? അത് റിഫോംസുമായിട്ട് ലിങ്ക് ചെയ്തതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെപ്പടി വിദ്യയുണ്ടല്ലോ. മുമ്പുള്ള ഒരു സർക്കാരും പയറ്റാത്ത രീതിയിൽ നിങ്ങളെന്ത് ചെയ്തു? സംസ്ഥാന സർക്കാരുകൾക്ക് വിഹിതിച്ച് നൽകേണ്ട നികുതി വിഹിതത്തെ അവിടെ മരവിപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്യൂട്ടിയും സർചാർജും ചുമത്തി. ഞാൻ പാർലമെൻറ്റ് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2022-23 മാത്രം 7 ലക്ഷം കോടി രൂപ നിങ്ങൾ ഡ്യൂട്ടിയും സർചാർജുമായിട്ട് പിരിച്ചെടുത്തു. എന്തിനു വേണ്ടിയാണ് പിരിച്ചെടുത്തത്? നിങ്ങൾ പിരിച്ചെടുത്തത് ഡ്യൂട്ടി സർചാർജ് ആകുമ്പോൾ അത് ഡിവിസി പൂളിലേക്ക് വരില്ല. അതായത് വീതം വെക്കേണ്ട ആ പട്ടികയിലേക്ക് അത് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് ആ തുക നിഷേധിക്കാം. യഥാർത്ഥത്തിൽ നീതി ആയോഗിൻ്റെ CEO തന്നെ BVR ബാലസുബ്രഹ്മണ്യൻ പരസ്യമായിട്ട് പറഞ്ഞില്ലേ? പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് ഈ 14ാം ധനകാര്യ കമ്മീഷനെ കൊണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള നീക്കിയിരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന് ആ പാവപ്പെട്ടവൻ നിഷ്കളങ്കമായിട്ട് പറഞ്ഞില്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഡ്യൂട്ടിയും സർചാർജും ഈ രീതിയിൽ കൂട്ടിയിട്ട് ആ വരുമാനം മുഴുവൻ കേന്ദ്രം കൈക്കലാക്കുന്നത്. ഇപ്പോൾ ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്രത്തെക്കാൾ കൂടുതൽ
ചെലവുകളിൽ വ്യാപൃതമാകേണ്ടി വരുന്നത് സംസ്ഥാനങ്ങൾക്കാണ്. എന്താ കാരണം വെച്ചാൽ ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റല്ലേ, കേന്ദ്ര സർക്കാരൊന്നും അല്ലല്ലോ. ഈ ഡൽഹിയിലിരിക്കുന്ന ആൾക്കാർക്ക്, സാറുമാർക്ക് ഈ സാധാരണ ജനങ്ങളുമായിട്ടല്ലല്ലോ അവർക്ക് സമ്പർക്കമുള്ളത്. അവർ ബ്യൂറോക്രസിയുടെ തടവറയിൽ നിൽക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ദൈനംദിനമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായതുകൊണ്ട് അവരുടെ വിഭവ മാർഗങ്ങളല്ലേ വർദ്ധിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. അതായത് കോർപ്പറേറ്റുകൾക്ക് അവർക്ക് വേണ്ടി ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് 1,00,000 കോടി രൂപയുടെ നിൽ ഓർ വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഏത് കോർപ്പറേറ്റുകൾക്ക്. അതേസമയമാണ് ഞാൻ പറഞ്ഞ കൃഷി, അനുബന്ധ മേഖല, ആരോഗ്യം, സോഷ്യൽ സെക്ടേഴ്സ്, ദുർബല വിഭാഗങ്ങൾ, ഈ പറയുന്ന മേഖലകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ 2023-24 വകയിരുത്തിയ തുക പോലും നിങ്ങൾ ചെലവഴിച്ചിട്ടില്ല എന്ന് ആറിയിൽ കാണുന്നുണ്ട്. ബജറ്റ് 23-24 6 എടുക്കുക, അതായത് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്. യഥാർത്ഥത്തിൽ ഞാൻ ശിവശങ്കറിന് അറിയാവുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിലൊരു ബജറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ ബജറ്റ് നടപ്പിലാക്കിയോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് റെയിൽവേക്ക് വേണ്ടി പുതിയ പാതയ്ക്ക് വേണ്ടി 0.3% കേരളത്തിന് വേണ്ടി നീക്കി വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ബജറ്റിൽ. യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് എത്രയാണ്? 0.3 പോലും ഇല്ല. ഈ പറഞ്ഞ ശബരിപ്പാതയുടെ 100 കോടി ഇങ്ങോട്ട് ചിലവഴിക്കാതെ മാറ്റിക്കളഞ്ഞപ്പോൾ പുതിയ പാതയ്ക്ക് വേണ്ടി 1 രൂപ പോലും യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഡബിളിങ്ങിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഈ പറഞ്ഞ തിരുവനന്തപുരം കന്യാകുമാരി സെക്ടറിൽ കുറച്ച് കിട്ടിയത്. അത് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണക്കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതൊരു 0.3% മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനർത്ഥം എന്ന് വെച്ചാൽ ഒരു 3% വരെ കിട്ടേണ്ട അർഹതയുള്ള ഒരു സംസ്ഥാനത്തിന് നീതി നിഷേധിക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി ശിവശങ്കറിനോട് പറയാം. ഞാൻ ഓരോ സെക്ടറിലുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. മൈനോറിറ്റി, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, മറ്റ് വൾണറബിൾ സെക്ഷൻസ്, ഈ പറഞ്ഞ ഒരു കാര്യം, ഈ പറഞ്ഞ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ 2023-24 അതായത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? 2194 കോടി രൂപ നീക്കി വെച്ചു. അതിൽ പോലും 300 കോടി നിങ്ങൾ ചെലവഴിച്ചില്ല. അത് അവസാനം 6 പരിശോധിക്കുകയാണ് 1918 മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീണ യോജന, സടക്ക്, അതായത് ഗ്രാമീണ റോഡുകൾ, ഇതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ച തുക പോലും യഥാർത്ഥത്തിൽ ചെലവഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി വേറൊരു രസകരമായൊരു കാര്യം, ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ ബജറ്റിലൊരു പ്രഖ്യാപനമുണ്ട്. അതിങ്ങനെയാണ്, ഞാനെവിടെയും അത് ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ശിവശങ്കറിൽ നിന്ന് കുറച്ചുകൂടി അതൊരു വിവരം കിട്ടണം. എന്ന കാരണം വെച്ചാൽ ശിവശങ്കറിനെ പോലെ BJPയിലെ ബുദ്ധിജീവികളിൽ നിന്ന് വന്നതാണോ ഈ റെക്കമെൻഡേഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു വിസ്തീർണം ഞാൻ കണ്ടില്ല. ദ ഗവൺമെൻറ് വിൽ ഫോം എ ഹൈ പവേർഡ് കമ്മിറ്റി ഫോർ ആൻ എക്സ്റ്റെൻസീവ് കൺസിഡറേഷൻ ഓഫ് ദി ചലഞ്ചസ് അറൈസിംഗ് ഫ്രം ഫാസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്. ഫുൾ സ്റ്റോപ്പ്. The committee will be mandated to make recommendations for addressing these challenges comprehensively. എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എനിക്കൊരു സംശയമുള്ളതെന്ന് കാരണം എന്താ വെച്ചാൽ ഇത് പറയാൻ കാരണം മുൻകാലഘട്ടത്തിൽ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളും ഉദ്ഘോഷങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രാജ്യസഭയിൽ തന്നെ BJP അംഗങ്ങൾ ചില ആൾക്കാർ സ്വകാര്യ ബില്ലുകൾ പോലും അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്നാണ്? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇനീക്വാളിറ്റി എന്നുള്ള സാധനം എന്താണ്? യഥാർത്ഥ ഇനീക്വാളിറ്റി എന്താണ്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഭവങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് വഴിമാറുന്നു. നമ്മൾ 1 രൂപ നികുതിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 50 പൈസ പോലും കിട്ടണില്ല സൗത്ത് ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മേഖലയിലും നേടിയിരിക്കുന്ന ആ നേട്ടങ്ങൾ നമുക്ക് തന്നെ വിനയായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെയാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. അതിന് പകരം ഇതെന്താണ് ഇതുകൊണ്ട് ഈ ബജറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ.